ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരീ സഹോദരന്മാരെ, മരിയൻ പ്രതിഷ്ഠാധ്യാനത്തിൻ്റെ 18ാം ദിവസത്തിലേക്ക് അവരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാപം നമ്മിലുളവാക്കിയ 7 ദൗർബല്യങ്ങളിൽ 6ാമത്തേത് ധ്യാന വിഷയമാക്കുകയാണ്. അത് ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ ചെറുക്കാനുള്ള നമ്മുടെ പ്രാപ്തി കുറവാണ്. നമ്മുടെ ആത്മാവിനെതിരായി പോരാടുന്ന ത്രിവിധ ശത്രുക്കളായ ലോകം, പിശാച്, ശരീരം എന്നിവയിൽ മുഖ്യമായത് ലോകമാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം, നാം ദൈവത്തിൻ്റെ മക്കളാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ പിടിയിൽ കിടക്കുകയാണെന്നും നാം അറിയുന്നു. ഈ തിരുവചനം മനുഷ്യ സമൂഹത്തെ 2 വ്യത്യസ്ത ഗണമായി വേർതിരിക്കുകയാണ്. 1 ദൈവത്തിൻ്റെ മക്കൾ, 2 ദുഷ്ടൻ്റെ പിടിയിൽ കിടക്കുന്നവർ. ഈ തിരുവചനത്തിലെ ലോകം എന്ന വാക്കിന് ദൃശ്യലോകമെന്നോ മനുഷ്യവർഗം മുഴുവനെന്നോ അർത്ഥമില്ല. പ്രത്യുത ദുഷ്ടൻ്റെ അഥവാ പിശാചിൻ്റെ സ്വാധീനത്തിൽ കഴിയുന്ന മനുഷ്യർ എന്നാണ്. അതായത് ദൈവത്തിൻ്റെ ഭരണത്തിന് സന്തോഷത്തോടെ വിധേയപ്പെടാൻ മനസ്സില്ലാതെ ലോകത്തിൻ്റെ ഗതിപ്രകാരം ജീവിക്കുന്നവർ. താഴെ പറയുന്നവർ ഇക്കൂട്ടത്തിൽ പെടുന്നു. ദൈവത്തിൽ വിശ്വസിക്കാത്തവർ, ജാതിമത ഭേദമന്യേ സർവരുടെയും രക്ഷകൻ യേശുവാണെന്ന് അംഗീകരിക്കാത്തവർ, സാത്താൻ ആരാധകർ, സാത്താൻ സേവക്കാർ, സാത്താൻ ചിഹ്നം ടാറ്റു ചെയ്യുന്നവർ, അന്യദേവാരാധകർ, വിഗ്രഹാരാധകർ, ഗർഭഛിദ്രം നടത്തുന്നവർ, അതിനെ പിന്തുണയ്ക്കുന്നവർ, കടുത്ത ശത്രുതയും പ്രതികാരദാഹവുമുള്ളവർ, വ്യഭിചാരികൾ, സ്വവർഗഭോഗികൾ, അസന്മാർഗികൾ, ഇത്തരം അശുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്നവർ, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് പിന്തിരിയാത്തവർ, പ്രണയത്തിലൂടെ അവിവാഹിത വേഴ്ചയിൽ കഴിയുന്നവർ, വിവാഹ കൂദാശ സ്വീകരിക്കാതെ കൂടി താമസിക്കുന്നവർ, ദാമ്പത്യ ബന്ധത്തിൽ നിന്ന് മക്കളെ ഒഴിവാക്കുന്നവർ, മദ്യം, മയക്കുമരുന്ന് ഇവ ഉപയോഗിക്കുന്നവർ, അവയെ പ്രോത്സാഹിപ്പിക്കുന്നവർ, വിവാഹത്തിൻ്റെ കൗദാശിക മാനം അവഗണിക്കും വിധം ആർഭാട ആഘോഷങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി വിവാഹാഘോഷം നടത്തുന്നവർ, മദ്യസൽക്കാരത്തിൽ കലാശിക്കുന്ന വിവാഹ സൽക്കാര വിരുന്നുകൾ നടത്തുന്നവർ, ആഡംബരവും പ്രൗഢിയും പ്രദർശിപ്പിക്കാൻ വിവാഹാഘോഷങ്ങളിൽ പണം വാരിക്കോരി എറിഞ്ഞ് ദൂർത്തടിക്കുന്നവർ, ധനസമ്പാദനം ജീവിത ലക്ഷ്യമാക്കിയവർ, അധ്വാനം വഴിയല്ലാതെ എളുപ്പവഴിയിൽ ധനം സമ്പാദിക്കുന്നവർ, അധാർമിക ധനാഗമ മാർഗം അവലംബിക്കുന്നവർ, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതിന് ഒരു വിലയും കൽപ്പിക്കാത്തവർ, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എല്ലാം ചെയ്യുന്നവർ, ഭവനം, വാഹനം, വസ്ത്രം എന്നിവയ്ക്ക് പണം ദൂർത്തടിക്കുന്നവർ, ഭൗതിക കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യവും ദൈവിക കാര്യങ്ങൾക്ക് മിനിമം സ്ഥാനവും നൽകുന്നവർ. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തിൽ പരാമർശിക്കുന്ന ജഡികർ എന്ന വിഭാഗത്തിൽപ്പെട്ടവരാണിവർ. റോമാലേഖനം 8:13 തിരുവചനം പറയുന്നു, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്ന പാപങ്ങൾ ലോകമെന്ന വാക്കിൽപ്പെടുന്ന ആളുകളുടെ സ്വഭാവ വിശേഷമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെ വാക്യങ്ങൾ. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ വ്യക്തമാണ്: വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഇദൃശ്യമായവയും. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇപ്പോഴും പറയുന്നു. ഇക്കൂട്ടരാണ് ലോകം എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ഇവരിൽ നിന്ന്
യഥാർത്ഥ ക്രിസ്തു ശിഷ്യർക്ക് ഉപദ്രവമുണ്ടാകുമെന്ന് ഈശോ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 20 വരെ വാക്യങ്ങൾ. ലോകം നിങ്ങളെ വെറുക്കുന്നെങ്കിൽ അതിന് മുമ്പേ അത് എന്നെ വെറുത്തു എന്നറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നെങ്കിൽ ലോകം അതിന് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ വെറുക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമുള്ളവരായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം ഗൗരവമായിട്ടെടുക്കാത്ത നാമമാത്ര ക്രൈസ്തവർ ലോകമെന്ന വാക്കിൻ്റെ പരിധിയിൽ വരും. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരും കുടുംബാംഗങ്ങളും അതിൽ പെട്ടെന്ന് വരാം. കാരണം മത്തായി സുവിശേഷം 10:36 ഈശോ പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ ശത്രുക്കൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും. ആത്മീയരെന്ന് നാം വിചാരിക്കുന്ന ചിലരും ലോകം എന്ന വാക്കിൻ്റെ പരിധിയിൽപ്പെടും. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ അത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യം നിഷേധിക്കും, അവരിൽ നിന്ന് അകന്നു നിൽക്കുക. റോമാക്കാർക്കുള്ള ലേഖനം 12:1 നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത് എന്നും, യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 15 ലോകത്തെ സ്നേഹിക്കരുത് എന്നും, യാക്കോബ് 4:7 പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ എന്നും ദൈവവചനം പറയുന്നത് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സ്വാധീനം ചെറുക്കാൻ തീവ്രയത്നം ചെയ്യണമെന്നാണ്. കാരണം ഉത്ഭവപാപത്തോടെയും നമ്മുടെ പാപത്തിൻ്റെ ഫലമായും അതിനുള്ള സ്വാഭാവിക കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ ആമുഖ വിവരത്തോടെ നമുക്ക് ഇന്നത്തെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. ആമുഖം. ആത്മീയ ചൈതന്യം എളുപ്പത്തിൽ നഷ്ടപ്പെടുത്തുന്ന ലോകത്തിൻ്റെ സ്വാധീനത്തെപ്പറ്റി ഇന്ന് വിചിന്തനം നടത്താം. യാക്കോബ് 4-ാം അധ്യായം 4-ാം വാക്യം അനുസരിച്ച് ലോകമെന്നത് മിശിഹായെയും അവിടുത്തെ പ്രബോധനങ്ങളെയും അവഗണിച്ച് ത്രിവിധ ദുരാശകൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തെ ആണ്. ഇത്തരം 4 വിധ സ്വാധീനങ്ങളാണുള്ളത്. അവയെപ്പറ്റിയുള്ള ശരിയായ അറിവ് അവ ചെറുക്കുന്നതിനാവശ്യമാണ്. 1. ലോകം നമ്മെ വശീകരിക്കും. ലോകത്തിൻ്റേതായ സിദ്ധാന്തങ്ങൾ വഴിയും മായാപ്രകടനങ്ങൾ വഴിയും ദുഷിച്ച മാതൃക വഴിയുമാണ് അത് നമ്മെ വശീകരിക്കുന്നത്. ലോകത്തിലെ സിദ്ധാന്തങ്ങൾ വഴി ക്രിസ്തുവിൻ്റെ സുവിശേഷ പഠനങ്ങൾക്ക് തികച്ചും വിപരീതമായ ആദർശങ്ങളാണ് ലോകം പ്രചരിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, ജീവിതം സുഖിക്കാനുള്ളതാണ്, യൗവനം നൽകുന്ന സുഖങ്ങൾ പാഴാക്കരുത്, സത്യം മാത്രം പറഞ്ഞാൽ ഒരു ബിസിനസ്സും ചെയ്യാനാവില്ല. ഇങ്ങനെ പോകുന്നു ലോകത്തിൻ്റെ വ്യർത്ഥ സിദ്ധാന്തങ്ങൾ. മായാപ്രകടനങ്ങൾ വഴി ലോകം നമ്മെ വശീകരിക്കുന്ന മറ്റൊരു മാർഗം അതിൻ്റെ മായാപ്രകടനങ്ങളാണ്. അടക്കമില്ലാത്ത വസ്ത്രധാരണം, അധാർമിക കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ, TV പരിപാടികൾ, അശ്ലീല ചിത്രീകരണങ്ങളുള്ള വെബ്സൈറ്റുകൾ, ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന പരസ്യങ്ങൾ എന്നിവ അത്തരം മായാപ്രകടനങ്ങളാണ്. ലഹരിയും അധാർമിക വിനോദങ്ങളും അടങ്ങിയ സൽക്കാരങ്ങൾ, പാപസാഹചര്യമുള്ള യാത്രകൾ, പാപകാരണമായേക്കാവുന്ന ഇടങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, താമസ സ്ഥലങ്ങൾ, വിദ്യാലയങ്ങൾ, ഹോസ്റ്റലുകൾ എന്നിവയും നമ്മെ വശീകരിക്കുന്നവയാണ്. സർവോപരി വിശുദ്ധിയുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും കാര്യത്തിൽ നിഷ്കർഷയില്ലാത്തതും ആർഭാടങ്ങൾക്കും സുഖലോലുപതയ്ക്കും അമിത പ്രാധാന്യം കൊടുക്കുന്നതുമായ കുടുംബ അന്തരീക്ഷം
വൻ ആത്മീയ നാശമാണ് വരുത്തിവെക്കുന്നത്. ദുർമാതൃകകൾ വഴി ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുക്കുന്ന നാമമാത്ര ക്രൈസ്തവർ, ദൈവത്തെയും ദൈവകാര്യങ്ങളെയും പൂർണ്ണമായി ത്യജിച്ച് ഭൗതിക ജീവിതത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾ, വിവാഹം കഴിക്കാതെ തന്നെ പാപകരമായ ബന്ധങ്ങൾ കഴിയുന്നവർ, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വിവാഹമോചനത്തിന് ശ്രമിക്കുന്ന ദമ്പതിമാർ, നീതിവിരുദ്ധമായി ധനം സമ്പാദിക്കുന്നവർ, ഇവരൊക്കെ അനേകർക്ക് പ്രലോഭന ഹേതുക്കളാണ്. ഇതിനു പുറമെ ഇത്തരക്കാരുടെ അപരാധങ്ങൾ കണ്ണടച്ച് കളയാൻ ലോകം കാണിക്കുന്ന സന്നദ്ധത തിന്മയ്ക്ക് വലിയ പ്രോത്സാഹനമാണ്. 2. ലോകം നമ്മെ ഭീഷണിപ്പെടുത്തും. വിശ്വാസം നിമിത്തം ചില സ്ഥാനമാനങ്ങൾക്കോ ഉദ്യോഗങ്ങൾക്കോ അനർഹരായി ഭവിക്കുമെന്ന് ഭീഷണി ഉണ്ടായേക്കാം. വിശ്വാസ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലുമുള്ള സജീവ പങ്കാളിത്തം മൂലം മാന്യന്മാരുടെ സദസ്സുകളിൽ പ്രത്യക്ഷപ്പെടാൻ അയോഗ്യരായേക്കാം. സുവിശേഷ പ്രചാരണവും പ്രേക്ഷിത പ്രവർത്തനവും മൂലം കയ്യേറ്റം ചെയ്യപ്പെടാനോ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകാനോ സാധ്യതയുണ്ടാകാം. 3. ലോകം നമ്മെ പരിഹസിക്കും. പരിഹാസവും ആക്ഷേപവും കൊണ്ട് നമ്മെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. തെറ്റായ കാര്യങ്ങൾ പഴയതുപോലെ സഹകരിക്കാത്തതിനും ആധ്യാത്മിക കാര്യങ്ങളിൽ ശുഷ്കാന്തി കാണിക്കുന്നതിനും ലോകത്തിൻ്റെ അധാർമിക ജീവിത രീതിയും ജീവിതശൈലികളും ഉപേക്ഷിക്കുന്നതിനും ചീത്ത കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കുന്നതിനും ഏറ്റവും അടുത്ത വ്യക്തികളിൽ നിന്ന് പോലും പരിഹാസമേൽക്കേണ്ടി വരും. പ്രാർത്ഥനയിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലുമുള്ള ശുഷ്കാന്തിക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ പരിഹാസവും നിരുത്സാഹപ്പെടുത്തലുകളും ലഭിച്ചെന്ന് വരും. ദൈവത്തിനും പള്ളിക്കും വേണ്ടി നടന്നിട്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ച് വീട്ടുകാർ പോലും പുച്ഛിച്ചേക്കും. 4. ലോകം നമ്മെ പീഡിപ്പിക്കും. ദൈവത്തോടും സഭയോടുമുള്ള പ്രതിജ്ഞാബദ്ധതയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ലോകം നമ്മെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കും. ഞായറാഴ്ച ജോലി ചെയ്യാൻ വിസമ്മതിച്ചതിനാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുക, കള്ളത്തരത്തിനും വഞ്ചനയ്ക്കും കൂട്ടുനിൽക്കാതിരുന്നതിനാൽ ബിസിനസ് നഷ്ടപ്പെടുക, അനീതിയും ചൂഷണവും ചോദ്യം ചെയ്തതിനാൽ ഭീഷണിപ്പെടുത്തുക, അധാർമികവും അശ്ലീലവുമായ കാര്യങ്ങളോട് സഹകരിക്കാതിരുന്നതിനാൽ അപവാദമേൽക്കേണ്ടി വരികയോ സാമ്പത്തിക നഷ്ടം സഹിക്കേണ്ടി വരികയോ ചെയ്യുക, ദാമ്പത്യ ജീവിതത്തിൽ അമിതാസക്തിക്കും വഴിവിട്ട പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ വിവാഹ മോചനത്തിന് നിർബന്ധിക്കപ്പെടുക, പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാൽ വധഭീഷണി നേരിടേണ്ടി വരിക, ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തി ഉള്ളതിൻ്റെ പേരിൽ മാത്രം വിവാഹ ആലോചനകൾ മുടങ്ങിപ്പോവുക മുതലായവ ലോകം നമ്മെ പീഡിപ്പിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. മാധ്യമങ്ങളിലൂടെ ലോകം നമ്മെ നശിപ്പിക്കും. ആധുനിക കാലത്ത് ലോകം നമ്മെ വശീകരിക്കുന്ന ഏറ്റവും ശക്തമായ വഴി സാമൂഹിക മാധ്യമങ്ങളാണ്, പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ. സാമൂഹിക മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന പല കാര്യങ്ങളും അത്യന്തം ആപത്കരമാണ്. അവ വീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായി അവ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപമായി തീരുന്നു. ഹൃദയത്തിൽ ഒരിക്കൽ പ്രവേശിച്ച തിന്മ പ്രവൃത്തിയായി കാലാന്തരത്തിൽ പ്രത്യക്ഷപ്പെടും. പല കുറ്റകൃത്യങ്ങളിലേക്കും കുറ്റവാളികളെ നയിച്ചത് മാധ്യമങ്ങളിൽ അവർ കണ്ട തിന്മകളാണെന്ന് മാധ്യമങ്ങൾ തന്നെ സമ്മതിച്ച് പറയുന്നുണ്ട്. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഫലമായി ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ നിന്ന് അടിച്ചോടിക്കുകയാണ് മാധ്യമങ്ങളിലൂടെ വരുന്ന സർവ്വതും ധാർമ്മികതയുടെ മാനദണ്ഡം അനുസരിച്ചുള്ള വിവേചനം കൂടാതെ കാണുമ്പോൾ നാം ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കണം. അധാർമിക മാധ്യമ ആസ്വാദനത്തിൻ്റെ സുഖം ഉപേക്ഷിക്കണം. സുവിശേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന രത്നവ്യാപാരിയെപ്പോലെ പരിശുദ്ധാത്മാവ് തരുന്ന ഉന്നതമായ സന്തോഷത്തിന് വേണ്ടി ടിവിയും മറ്റും തരുന്ന വില കുറഞ്ഞ സന്തോഷങ്ങൾ ഉപേക്ഷിക്കാൻ മാത്രം നമ്മൾ ബുദ്ധിശാലികളാകണം. ദൈവിക ജ്ഞാനത്തിനായി മാത്രം നമ്മുടെ ബുദ്ധിയും ആന്തരിക കഴിവുകളും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിനായി മാധ്യമാസ്വാദനത്തിൻ്റെ സുഖം നമ്മൾ ഉപേക്ഷിക്കണം. ഫ്രാൻസിസ് പാപ്പ
40ഓളം വർഷങ്ങൾ ടെലിവിഷൻ കാണാതെ പരിഹാര ജീവിതം നയിച്ചു എന്നത് നമ്മളെ എത്രയോ അധികം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ത്യാഗ ജീവിത രീതിയാണ്. ശാരീരിക ജീവനും ആരോഗ്യത്തിനും ഹാനികരമായ ഭക്ഷണ സാധനങ്ങൾ പരപ്രേരണ കൂടാതെ തന്നെ നാം ഒഴിവാക്കുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്താൽ നമുക്ക് സംലഭ്യമായ ദൈവിക ജീവന് ഹാനികരമായ തരത്തിലുള്ള മാധ്യമ ഉപയോഗം എത്ര വിവേകത്തോടെ നാം ഒഴിവാക്കേണ്ടതാണ്. ലോകത്തിൻ്റെ വ്യർത്ഥ കാര്യങ്ങൾക്ക് സമയം കളയരുത്. അതിൽ തന്നെ തിന്മയല്ലാത്ത മാധ്യമ പരിപാടികൾ വീക്ഷിക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം. പരിശുദ്ധാത്മാവിന് തരാനുള്ള ഉത്തരം ഇതാണ്. 1 കൊരിന്തോസ് 10:23 എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം ഗുണകരമല്ല. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. ആത്മീയമായോ മാനസികമായോ ശാരീരികമോ ആയ ഒരാളെയും പടുത്തുയർത്താത്തവയാണ് പല TV പരിപാടികളും. വ്യർത്ഥ വിനോദങ്ങളാണവ. അവയ്ക്ക് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം ദുർവ്യയം ചെയ്യുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. കച്ചവട കണ്ണുള്ള ടെലിവിഷൻ ചാനലുകളേക്കാൾ അപകടകരമാണ് ആധുനിക നവമാധ്യമങ്ങളായ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, നെറ്റ്ഫ്ലിക്സ് മുതലായവ. കുട്ടികൾ പോലും ഇത്തരം മാധ്യമങ്ങളുടെ മായാവലയത്തിൽ പെട്ടെന്ന് വീണുപോവുകയും സകല ആത്മീയതയും നിമിഷനേരം കൊണ്ട് നശിപ്പിക്കുകയും ചെയ്യാനിടയാകുന്നുണ്ട്. അത്യാവശ്യങ്ങൾക്കും സുവിശേഷ പ്രചാരണത്തിനും മാത്രമായി ഇവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്ന നമ്മുടെ ശത്രുവായ പിശാചിന്റെ കണിയിൽ നാം വീഴുമെന്നത് തീർച്ചയാണ്. ഇതുവഴി സുവിശേഷ വേലയ്ക്കുള്ള വിലപ്പെട്ട സമയമാണ് അപഹരിക്കപ്പെടുന്നത് എന്നതാണ് വൻ നഷ്ടം. തിരുസഭയുടെ വേദപ്രചാരണ പ്രവർത്തനങ്ങൾ പ്രധാനമായ ഒന്നാണ് സുവിശേഷ വേലയ്ക്കായി മാധ്യസ്ഥ്യം വഹിച്ച് പ്രാർത്ഥിക്കുക എന്നത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരം നിലനിർത്താനുള്ള ഒന്നാം തരം വഴിയാണ് TV സീരിയലിനും മറ്റും വ്യർത്ഥ മാധ്യമ ഉപയോഗത്തിനും വേണ്ടി ചെലവഴിച്ചിരുന്ന സമയം അത്രയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക എന്നത്. അതുവഴി തിരുസഭയുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും നമുക്കും പങ്കാളികളാകാൻ കഴിയും. അനുദിനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമായി ലക്ഷോപലക്ഷം പേർ മാനസാന്തരപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ നമുക്കുമുണ്ടാകും ഒരു വലിയ പങ്ക്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഉപദേശം ശ്രദ്ധിക്കാം. യഥാർത്ഥ മരിയഭക്തി 210 പിടക്കോഴി കുഞ്ഞുങ്ങളെ എന്നതുപോലെ പരിശുദ്ധ മറിയം തിരഞ്ഞെടുക്കപ്പെട്ടവരെ തൻ്റെ രക്ഷാകരമായ ചിറകിൻ്റെ കീഴിൽ മറച്ചു വയ്ക്കും. അവൾ അവരുടെ പക്കലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരുടെ ബലഹീനതകൾ കാരുണ്യപൂർവ്വം വീക്ഷിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. പരുന്തിൽ നിന്നും കഴുകനിൽ നിന്നും കാത്തു രക്ഷിക്കാൻ വേണ്ടി അവൾ അവർക്ക് വട്ടമിട്ട് പറക്കുകയും അണിനിരന്ന സൈന്യത്തെ പോലെ അവരെ അനുഗമിക്കുകയും ചെയ്യുന്നു. സമരസന്നദ്ധമായ 1,00,000 ഭടന്മാരുടെ മധ്യത്തിൽ നിൽക്കുന്നവൻ ശത്രുക്കളെ ഭയപ്പെടണമോ? മറിയത്തിൻ്റെ സുശക്തമായ സംരക്ഷണത്തിൽ കഴിയുന്ന തൻ്റെ വിശ്വസ്തദാസന് അത്ര പോലും ഭയപ്പെടാനില്ല. ശക്തയും സ്വർഗീയ രാജകുമാരിയുമായ മറിയം ലക്ഷക്കണക്കിന് മാലാഖമാരുടെ വ്യൂഹത്തെ അയച്ചുകൊടുത്ത് തൻ്റെ ദാസരെ സംരക്ഷിക്കാതിരിക്കില്ല. മറിയത്തിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള തൻ്റെ വിശ്വസ്തദാസർ ശത്രുക്കളുടെ ദുഷ്ടതയ്ക്കോ അവരുടെ സംഖ്യാബലത്തിനോ മർദ്ദനങ്ങൾക്കോ അടിപ്പെട്ടതായി ഒരിക്കൽ പോലും പറഞ്ഞു കേട്ടിട്ടേയില്ല. ബൈബിൾ വായന. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. യാക്കോബ് 4:4. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതമെന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. റോമാലേഖനം 12:2. പ്രാർത്ഥന. ലോകത്തെ കീഴടക്കിയ കർത്താവായ യേശുവേ,
ലോകത്തിൻ്റെ ദുസ്വാധീനങ്ങളെ ചെറുക്കാനുള്ള എൻ്റെ കഴിവുകൾ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ സിദ്ധാന്തങ്ങൾ വഴിയും അധാർമികമായ പ്രകടനങ്ങൾ വഴിയും ദുർമാതൃക വഴിയും അത് എന്നെ വശീകരിക്കുമ്പോൾ ആ കെണികൾ വീഴാതെ എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ വിശ്വാസത്തെ പ്രതിയും വിശുദ്ധ ജീവിതത്തെ പ്രതിയും ലോകം എന്നെ പരിഹസിക്കുകയോ പീഡിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ നാഥ, അങ്ങയോട് വിശ്വസ്തനായിരിക്കാൻ എന്നെ ശക്തനാക്കണമേ. വ്യർത്ഥ ആനന്ദങ്ങൾ തരുന്ന മാധ്യമ ദുരുപയോഗത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. മാധ്യമ ദുരുപയോഗത്താൽ തകരുന്ന ലോകത്തെ നവമാധ്യമങ്ങൾ വഴിയുള്ള സുവിശേഷ പ്രഘോഷണത്താൽ വിശുദ്ധീകരിക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ. കന്യകമറിയമേ, ഈശോയുടെയും എൻ്റെയും അമ്മേ, ഈശോ മുഴുവനായും നിൻ്റേതായതുപോലെ ഞാൻ മുഴുവനായും നിൻ്റേതാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുഴുവനായും നിൻ്റേതായിത്തീരുന്നതിന് തടസ്സമായിരിക്കുന്ന ലൗകിക ആനന്ദങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ മോഹം എന്നിൽ നിന്ന് അമ്മേ എടുത്തു മാറ്റണമേ. അമ്മേ, എന്നെ നിൻ്റേതായി സ്വീകരിക്കണമേ. ആമേൻ. സൽകൃത്യം. സാമൂഹിക മാധ്യമങ്ങൾ സുവിശേഷം പങ്കുവയ്ക്കാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നേരിട്ട് ഒരാളോട് ക്രിസ്തുനാഥനെ പറ്റി പറയുക.